ആന്റണി പെരുമ്പാവൂന്റെ വളർച്ച അത് നമ്മളൊക്കെ ഈ കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരാൾ വളർന്ന് പന്തലിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ഇവിടെ ഡ്രൈവറായി വന്ന് പെട്ടെന്ന് മോഹൻലാലിന്റെ വലങ്കൈയാകുന്നു. പിന്നീട് സിനിമാ മേഖലയിലെ എല്ലാ തലത്തിലേക്കും എത്തപ്പെടുന്നു, നിർമ്മാതാവ് വരെയാകുന്നു. എങ്ങനെയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഈ ഒരു വളർച്ച? പല തന്ത്രങ്ങളും സിനിമ വിജയിക്കാനായി ആന്റണി പെരുമ്പാവൂർ നടത്തുന്നതായി നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു വളർച്ചയുടെ വഴി? അതായത് ഒരു 10 ദിവസത്തേക്ക് ഡ്രൈവർ വേക്കൻസിയിലാണ് ആന്റണി പെരുമ്പാവൂർ വന്നത്. അത് ആ 10 ദിവസം കൊണ്ട് മോഹൻലാലിനെ കയ്യിലെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അടുത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്, ഇവർ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരിൻ്റെ ഭാര്യയും കൂടെ ഒരു വള്ളത്തിൽ പോകുന്നു. വള്ളത്തിൽ പോകുമ്പോൾ ഈ വള്ളം മുങ്ങാതിരിക്കണമെങ്കിൽ ഒരാളെ വെള്ളത്തിലേക്ക് തള്ളിയിടണം എന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ ഭാര്യയെ വെള്ളത്തിലേക്ക് ഇടും, എന്നിട്ട് മോഹൻലാലിനെ രക്ഷപ്പെടുത്തും. അതാണ് അവർ തമ്മിലുള്ള ബന്ധം എന്നാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ ഭാര്യ പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു ഡ്രൈവർ എന്ന നിലയിൽ വന്നു, അതിനുശേഷം മോഹൻലാലിൻ്റെ വിശ്വസ്തനായി മാറുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പെട്ടെന്ന് മോഹൻലാലിനെ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ എളുപ്പമാണ്. പണ്ടൊരു മേക്കപ്പ് മാൻ സലീം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ പണ്ടത്തെ ചിത്രങ്ങളിലെല്ലാം മേക്കപ്പ് മാൻ സലീം എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമായിരുന്നു. അതായത് ഏത് സിനിമയാണെങ്കിലും പേഴ്സണൽ മേക്കപ്പ് മാൻ സലീമായിരുന്നു. സലീം ഇത്തരത്തിൽ മോഹൻലാലിന് കൂടെ അത്രയും സൗഹൃദം സ്ഥാപിച്ച് അത് മുതലെടുക്കാൻ ശ്രമിച്ചു. അതായത് മോഹൻലാലിന് ഡേറ്റ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് പലരിൽ നിന്നും അഡ്വാൻസ് വാങ്ങുന്നു. അങ്ങനെ അത് കുറേ നാളുകൾ ഇയാൾ കുറേ പൈസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് മോഹൻലാലിൻ്റെ ശ്രദ്ധയിൽ ആരോപപ്പെടുത്തി. അങ്ങനെയാണ് സലീമിനെ സിനിമാ രംഗത്ത് നിന്ന് മാറ്റിയത്. അതായത് സിനിമ ലോകത്ത് നിന്ന് തന്നെ അയാളെ മാറ്റി. പിന്നെ സീരിയലിലൊക്കെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ മോഹൻലാലിനെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് ആന്റണി പെരുമ്പാവൂർ ഉണ്ടാക്കിയെടുത്ത് അത് ഘട്ടം ഘട്ടമായി വളർച്ചയിലേക്ക് വന്നു. അപ്പോൾ ആദ്യം മോഹൻലാൽ, എനിക്ക് തോന്നുന്നു നരസിംഹോ ഏതോ ചിത്രമാണെന്ന് തോന്നുന്നു, മോഹൻലാൽ അതിനു മുമ്പ് മോഹൻലാൽ പ്രണവം ആർട്സ് എന്നും പറഞ്ഞിട്ടായിരുന്നു നിർമ്മാണ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ആശീർവാദത്തിനൊക്കെ തുടക്കമാകുന്നത്. അപ്പം ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്ന നിലയിലേക്ക് വരുന്നത് ആന്റണി പെരുമ്പാവൂരിന് ശേഷമാണ്. അപ്പം ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ചപ്പോൾ ആ സിനിമ വലിയ വിജയമായി. തുടർന്ന് ഇങ്ങോട്ട് കളം മാറി ചവിട്ടാൻ തുടങ്ങി. അതായത് ഈ 100 കോടി മലയാള സിനിമയെ 100 കോടി ക്ലബിലേക്കൊക്കെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയാം. കാരണം റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ ഒരു പ്രത്യേകത. അതുമാത്രമല്ല, ഈ മോഹൻലാലിൻ്റെ പല ആന്റണി പെരുമ്പാവൂരുമായിട്ട് നിർമ്മിച്ച സിനിമകളൊന്നും കണ്ടന്റ് ബേസിൽ വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോൾ ഈ ഏറ്റവും അടുത്തിടെ വന്ന മരയ്ക്കാർ, അറബിക്കടലിലെ സിംഹം ഉൾപ്പെടെയുള്ള അതൊക്കെ പക്ഷേ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ ആന്റണി പെരുമ്പാവൂർ എപ്പോഴും ശ്രമിക്കും. മരയ്ക്കാറിൻ്റെ സമയത്ത് ആന്റണി പെരുമ്പാവൂർ ശ്രമിച്ചത് ഇത് OTT-യിലൂടെ റിലീസ് ചെയ്യാം എന്ന രീതിയിലൊരു തരംഗം ഉണ്ടാക്കി. അപ്പോൾ തിയേറ്ററുകാർ ആകപ്പാടെ ഈ ഇത്തരത്തിലുള്ള ഈ വലിയ നടന്മാരുടെ സിനിമകൾക്കാണ് എപ്പോഴും ഇനിഷ്യൽ കളക്ഷൻ കിട്ടുന്നത്. ഇനിഷ്യൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ ഹൗസ്ഫുള്ളായി കഴിഞ്ഞാൽ തിയേറ്റർ ഉടമയ്ക്ക് കുറേ വിഹിതം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ മോഹൻലാൽ ചിത്രങ്ങളൊക്കെ തിയേറ്ററുകാർക്ക് വലിയ താല്പര്യമാണ്. അപ്പം OTT-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തിയേറ്റർ സംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ ബഹളം ഉണ്ടാക്കി, അതൊരു വലിയ വിവാദമാക്കി മാറ്റിയിട്ട് അവസാനം പിന്നീട് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു, ശരി ഇനി ഞങ്ങൾ തിയേറ്ററിന് നൽകാം, ധാരണ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ജനങ്ങൾ മുഴുവൻ ഈ സിനിമയിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് കാണുകയും ഇനിഷ്യൽ കളക്ഷൻ ധാരാളം ഉണ്ടാക്കാനും പറ്റി. മരയ്ക്ക സിനിമ വളരെ അറിയാലോ, നമുക്കറിയാം. അപ്പം 4 മണിക്ക് പോയി കണ്ടതാണ്. അതുപോലെ ഈ സിനിമ വന്നപ്പം നമ്മൾ ശ്രദ്ധിച്ചത് ഈ എമ്പുരാൻ മാർച്ച് 27-നാണ് റിലീസ്. ജനുവരി അവസാനം മുതൽ ആന്റണി പെരുമ്പാവൂർ പണി തുടങ്ങി. ആന്റണി പെരുമ്പാവൂർ എന്തൊക്കെയോ വിവാദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് എന്തോ സിനിമ സംബന്ധിച്ചുള്ള മേനക സുരേഷ് കുമാർ പറഞ്ഞു, ഇതിന്റെ കണക്കുകൾ പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് ഇട്ടു. അല്ല, സുരേഷ് കുമാറാണ് യഥാർത്ഥ പേര്. പക്ഷെ മേനക സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവത്തു. അത് ഭാര്യയിലൂടെ അറിയപ്പെടുന്ന ഭർത്താവ്. കഴിഞ്ഞ ദിവസം അല്ലല്ല, നമുക്ക് പെട്ടെന്ന് സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഒത്തിരി സുരേഷ് കുമാർ സിനിമയിലുണ്ട്. പറയാം. അതെ. അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ സുരേഷ് കുമാർ ഇതുപോലെ പറഞ്ഞു, ഇതിന്റെ കണക്കുകൾ പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂർ വളരെ വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് നമ്മളെല്ലാം വായിച്ചതാണ്. ആന്റണി പെരുമ്പാവൂരിന് പോലെ ഒരാൾക്ക് ഇങ്ങനൊരു പോസ്റ്റ് ഇടാനൊന്നും പറ്റില്ല, നമുക്കറിയാം. അത് പലരും അന്ന് ട്രോളായിട്ട് പറഞ്ഞത് മോഹൻലാൽ എഴുതി പൃഥ്വിരാജ് കറക്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത പോസ്റ്റാണെന്നാണ്. എന്നിട്ട് പിന്നീട് ഇവരെല്ലാം കൂടെ അണ്ണാ ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂജൻ സിനിമാക്കാരും ടൊവിനോയും എല്ലാം രംഗത്ത് വന്നപ്പോഴത്തേക്ക് സുരേഷ് കുമാർ വേറെ കളി തുടങ്ങി. സുരേഷ് കുമാർ പറഞ്ഞ് ഈ സിനിമകളുടെ പ്രശ്നങ്ങളാണ്, സിനിമാ മേഖല മൊത്തം സ്തംഭിക്കുന്ന അവസ്ഥയാണ്, ഈ വർഷം ഇറങ്ങിയതിൽ ഒരു ചിത്രം മാത്രമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഞങ്ങൾ സിനിമാ സമരത്തിലേക്ക് പോവുകയാണ്, മാർച്ച് 20 മുതൽ സിനിമാ സമരത്തിലേക്ക് പോകും. അപ്പോഴത്തേക്ക് ഇവർ തെണ്ടിപ്പോയി. കാരണം മാർച്ച് 27 ഈ പടം ഇറങ്ങുക, സിനിമാ സമരം വന്നാൽ എല്ലാം കുളമാവും. അപ്പോഴത്തേക്ക് പതുക്കെ അളിയന്മാർ
ഈ പറഞ്ഞതുപോലെ ഇതിനകത്തുനിന്ന് പതുക്കെ പിൻവലിയാൻ തുടങ്ങി. ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് മുക്കുന്നു. ഈ അണ്ണാന്ന് വിളിച്ച പൃഥ്വിരാജിനെ ഒന്നും കാണാനില്ല. അത് കഴിഞ്ഞ് പിന്നെ മോഹൻലാൽ എന്തോ ഞങ്ങൾ തമ്മിൽ പഴയ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് മോഹൻലാൽ ഇവരും തമ്മിൽ എന്തോ വിളിക്കുകയോ എന്തോ സുരേഷ് കുമാറുമായിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം പെട്ടെന്ന് സുരേഷ് കുമാർ സിനിമാ സമരത്തിൽ നിന്ന് പിന്മാറുകയും ഈ സിനിമാ സമരം ഇല്ലാതായി ഈ സിനിമ 27-ന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായും അപ്പോൾ തന്നെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടാക്കാനും പിന്നെ അതിൻ്റെ തലേ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ വലിയ ഷോയൊക്കെ കാണിച്ച് ഇവിടെ ഹോളിഡേ ഇന്നിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ വലിയ ഷോ പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ആദ്യം പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂരിനെ എടുത്തുയർത്തുകയും അതൊക്കെ റീൽസായിട്ടൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പടം റിലീസായി കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അന്ന് നോമ്പ് സമയമാണ്. റംസാൻ എന്ന് പറയുന്നത് 30-നായിരുന്നു, 27-നാണ് പടം റിലീസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ അതിനകത്തൊരു വിവാദം കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. അത് എനിക്ക് തോന്നുന്നു ബിനീഷ് കോടിയേരി കണ്ടാണ് ആദ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഈ നോമ്പ് കഴിയുമ്പോൾ മുസ്ലിം പ്രേക്ഷകർ കയറും. അതിനുവേണ്ടി ഇത് സെൻസർ ചെയ്യുന്നു. ഇതിനകത്ത് ഇങ്ങനെ ആർ എസ് എസ്സുകാർ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നു, മുസ്ലിങ്ങളെ ഇതാക്കുന്നു, ഒരു വിഭാഗത്തെ മാത്രം സൂചിപ്പിക്കാനായി കുറെ കാര്യങ്ങൾ കുത്തിനിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പം ഇത് മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പൃഥ്വിരാജ് ആ പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് വീണ്ടും സെൻസറിങ് വന്ന് 24 ഭാഗങ്ങൾ കട്ട് ചെയ്ത് ശേഷം കണ്ട് അങ്ങനെയൊക്കെ പടം റിലീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയും വീണ്ടും മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് പ്രേക്ഷകരെ അതിനകത്ത് കയറ്റാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഈ 200 കോടി ചിലവായെങ്കിലും ഏറെക്കുറെ ഒരു മുതൽ തിരിച്ചു പിടിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തി. 100 കോടി ആദ്യം എത്തിയത് എല്ലാവരും അറിഞ്ഞു. അതിന് ശേഷം പിന്നെ വലിയ അനക്കമൊന്നും വന്നിട്ടില്ല. തിയേറ്ററുകളൊക്കെ ഒഴിഞ്ഞാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ കുറച്ച് പേര് മറ്റേ ആലപ്പുഴ ജിംഖാന മരണമാസൊക്കെ ഫുൾ ഇതായിട്ട് ഓടുന്നത് കൊണ്ട് ആളുകൾക്ക് ആ പടങ്ങളാണ് ആളുകൾ കൂടുതൽ കയറി കാണുന്നത്. അപ്പൊ ഇതിന്റെ വിവാദവും കൊടുത്ത പൈസയൊക്കെ തിരിച്ചു കിട്ടിയല്ലോ. ഇവർ ഉപയോഗിച്ച ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഏറ്റു. അതുമാത്രമല്ല, മോഹൻലാൽ 2024-ന് ശേഷം ബിഗ് ബോസിൻ്റെ കരാർ അവസാനിപ്പിച്ചു. ഇനി ബിഗ് ബോസിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപനം നടത്തി. അതിനുശേഷം ആണ് ഈ സിനിമ ഏഷ്യാനെറ്റാണ് അതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ് സ്വന്തമാക്കിയത്. അപ്പം ഏഷ്യാനെറ്റുമായിട്ടൊരു കരാർ ഉണ്ടാക്കിയിട്ട് 2025 കൂടി ഇതുപോലെ മോഹൻലാൽ ബിഗ് ബോസിൽ പങ്കെടുക്കാം എന്ന് സമ്മതിച്ചു. അപ്പോൾ മോഹൻലാൽ ഇത്തരത്തിൽ ബിഗ് ബോസിൽ വീണ്ടും പോകാമെന്ന് സമ്മതിച്ചു. അതായത് എല്ലാം നിലപാടുകളിൽ മാറ്റം വരുത്തുകയാണ്. അതായത് ഈ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ് ഏഷ്യാനെറ്റാണ്, OTT ഹോട്ട്സ്റ്റാറാണ്. രണ്ടും ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥ മുകേഷ് അംബാനിയുടെ കീഴിലുള്ളതാണ്. അപ്പോൾ അത് രണ്ടും ഇത് മോഹൻലാൽ ഇതിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞതോടുകൂടി അവരത് രണ്ടും എടുക്കാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും ഒരു 35-40 കോടി രൂപ സാറ്റലൈറ്റിൽ നിന്നും കിട്ടും. അതിനനുസരിച്ച് 10-60 കോടി രൂപ OTT അടക്കം. എനിക്ക് തോന്നുന്നു കണക്കുകൾ കൃത്യമല്ലെങ്കിൽ പോലും ഒരു ഏകദേശം ഒരു 100 കോടിക്കടുത്ത് രൂപ ഇത് രണ്ടിലും കൂടെ അവർക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെ പ്രൊഡ്യൂസർക്ക് നേരെ കിട്ടുന്ന പൈസ. തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പോകും, തിയേറ്ററിന് പോകും. ഇപ്പോൾ 100 രൂപ കിട്ടിയാൽ 30 രൂപ എങ്ങാണ്ട് പ്രൊഡ്യൂസർക്ക് കിട്ടത്തുള്ളൂ. ഇത് മൊത്തം പൈസയും നിർമ്മാതാവിന് കിട്ടും. അതുകൊണ്ട് അത്തരത്തിൽ നിലപാടുകളിൽ മാറ്റം വരുത്തി. പൃഥ്വിരാജ് പറഞ്ഞതുപോലെ വലിയ നിലപാടുകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് പൃഥ്വിരാജ്. മുരളി ഗോപി പ്രതികരിച്ചതേയില്ല. പക്ഷേ പൃഥ്വിരാജ് പോലും ആ മോഹൻലാലിൻ്റെ പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്തതോടുകൂടി പൃഥ്വിരാജിനും ആ ഒരു ഇമേജിനെ ബാധിച്ചു. പിന്നെ മല്ലിക വന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ സ്വാഭാവികമായിട്ടും സിനിമയുടെ വിജയത്തിന് വേണ്ടി ഇവർ കുറച്ച് നിലപാടുകൾ വെള്ളം ചേർത്തു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അത് അവരുടെ ബിസിനസ് തന്ത്രമായിട്ട് തന്നെ കൂട്ടാം. അന്ന് പറഞ്ഞതുപോലെ ആന്റണി പെരുമ്പാവൂർ ഒരു ചെറിയ മരമല്ല, ശരിയായ രീതിയിൽ മോഹൻലാലിനോടൊപ്പം നിന്ന് വളർച്ച ഉണ്ടാക്കിയതാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഒരുപക്ഷെ ആത്മാർത്ഥമായി തന്നെ മുന്നോട്ട് പോകുന്നതും ആയിരിക്കാം. പക്ഷേ അയാൾക്ക് ബിസിനസ് തന്ത്രവും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അറിയാവുന്ന ഒരാളായി അതുകൊണ്ടാണ് ഇത്രയധികം ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഈ ഒരു വളർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും.